കൃപാസനം അമ്മ അത്ഭുതങ്ങളുടെ അമ്മയാണ്. ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഈ നിമിഷത്തിലും നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടാകാം. എൻ്റെ നാളെ എന്തായിരിക്കും? എൻ്റെ തീരുമാനം, ഒരു ബന്ധം, ഒരു ജോലി, ഒരു സാമ്പത്തിക പ്രശ്നം, ഒരു കുടുംബ വിഷയം, അല്ലെങ്കിൽ ആരോടും പറയാൻ കഴിയാത്ത ഒരു ഭയം, ഭാവി നമ്മളുടെ കൈകളിൽ ഇല്ലാത്തപ്പോൾ മനസ്സ് പലപ്പോഴും ഏറ്റവും മോശമായ സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങും. ഇന്ന് ആ ചിന്തകളുടെ പിന്നാലെ പോകേണ്ട. ഇന്ന് നമുക്ക് ഒരു പുതിയ വഴിയിലേക്ക് തിരിയാം, ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്. കൃപാസനം അമ്മയുടെ സന്നിധിയിൽ നമ്മുടെ നാളെയെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ മുഴുവൻ നേരവും പങ്കുചേരുക. പരിശുദ്ധ മാതാവേ, ഒരു ഭയം നമ്മൾ നിരന്തരം മനസ്സിൽ വളർത്തുമ്പോൾ അത് നമ്മുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും സ്വാധീനിക്കുവാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് നമ്മുടെ മനസ്സിനോട് നാം പറയുന്ന വാക്കുകൾ മാറ്റാം. എല്ലാം മോശമാക്കും എന്നതിനു പകരം എനിക്ക് ഇപ്പോൾ എല്ലാം അറിയില്ല, പക്ഷേ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. എനിക്ക് വഴി കാണുന്നില്ല എന്നതിനു പകരം എൻ്റെ മുന്നിലുള്ള വഴി ദൈവം അറിയുന്നു. ഇത് ഒരു മാന്ത്രിക വാക്കല്ല, ഇത് ഒരു വിശ്വാസത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. നമ്മുടെ പ്രതീക്ഷ നമ്മുടെ ചിന്തകളിൽ മാത്രമല്ല, നമ്മുടെ പ്രതീക്ഷ ദൈവത്തിലാണ്. കൃപാസനം അമ്മേ, എൻ്റെ മനസ്സിലിപ്പോൾ ഏറ്റവും വലിയ ഭയം എന്താണെന്ന് അമ്മയ്ക്കറിയാം. ആരും അറിയാത്ത ഒരു ഭയം. പുറത്ത് ഞാൻ ശക്തിയായി തോന്നിയാലും ഉള്ളിൽ എന്നെ തളർത്തുന്ന ഒരു ഭയം. അമ്മേ, അതിനെ ഞാൻ ഇനി ഒളിപ്പിക്കുന്നില്ല, അമ്മയുടെ മുൻപിൽ തുറന്നു വെക്കുന്നു. എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ഭയം, എൻ്റെ മക്കളെക്കുറിച്ചുള്ള ഭയം, എൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചുള്ള ഭയം, എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഭയം, എൻ്റെ തീരുമാനങ്ങളെക്കുറിച്ചുള്ള ഭയം എല്ലാം അമ്മയുടെ കരങ്ങളിൽ ഈ നിമിഷം ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധാമ്മേ, ഭയം വന്നാൽ അതിൻ്റെ ശബ്ദം മാത്രം കേൾക്കാതെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. കൃപാസനം അമ്മേ, നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയാത്തതാണ് പലപ്പോഴും ഞങ്ങളുടെ ഭയത്തിൻ്റെ കാരണം. പക്ഷേ നാളെ ഞങ്ങളുടെ കൈകളിൽ ഇല്ല. അതുകൊണ്ട് നാളെയെ നിയന്ത്രിക്കുവാൻ ശ്രമിച്ച് ഇന്നത്തെ സമാധാനം നഷ്ടപ്പെടുത്താതിരിക്കട്ടെ. എനിക്ക് ചെയ്യേണ്ടത് ഇന്ന് ചെയ്യാൻ ജ്ഞാനം തരണമേ. ഇന്ന് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് അനാവശ്യമായി വിഷമിക്കാതിരിക്കട്ടെ. എൻ്റെ നിയന്ത്രണത്തിന് പുറത്തുള്ള കാര്യങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. കൃപാസനം മാതാവേ, നാളെയെക്കുറിച്ചുള്ള എൻ്റെ ഭയം ഇന്ന് ഈ നിമിഷം അമ്മയുടെ പാദങ്ങളിൽ ഞാൻ വെക്കുന്നു. ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ ഞങ്ങൾ പലപ്പോഴും ഭയപ്പെടുന്നു. തെറ്റിപ്പോയാൽ ഇത് ശരിയായ വഴിയാണോ? പിന്നെ എന്താകും? അമ്മേ, ഞങ്ങളുടെ മനസ്സിലെ ആശയക്കുഴപ്പം മാറ്റണമേ. വികാരങ്ങളുടെ ആവേശത്തിൽ തീരുമാനമെടുക്കാതിരിക്കുവാനും ഭയത്തിൻ്റെ പേരിൽ നല്ല അവസരങ്ങൾ ഉപേക്ഷിക്കാതിരിക്കുവാനും ശരിയും തെറ്റും തിരിച്ചറിയുവാനുള്ള വിവേകം തരണമേ. ദൈവത്തിന് ഇഷ്ടമുള്ള വഴിയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഒരു വാതിൽ അടയുമ്പോൾ അതിൻ്റെ മുൻപിൽ ജീവിതം മുഴുവൻ നിൽക്കാതിരിക്കുവാനും പുതിയ വഴിയിലേക്ക് തിരിയുവാനുമുള്ള ധൈര്യം ലഭിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ഭയങ്ങൾ ഞാൻ അമ്മയ്ക്ക് മുൻപിൽ നൽകുന്നു. എൻ്റെ മക്കളുടെ ഭാവി, അവരുടെ പഠനം, അവരുടെ ജോലി,
അവരുടെ ബന്ധങ്ങൾ, അവരുടെ തീരുമാനങ്ങൾ, എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഓരോ കാര്യവും അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ദൈവത്തിന് സമർപ്പിക്കുന്നു. മക്കളെക്കുറിച്ച് ഭയപ്പെടുമ്പോൾ അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ അവർക്കായി ജ്ഞാനത്തോടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ ഭയത്തിൻ്റെ അന്തരീക്ഷം വളരാതിരിക്കട്ടെ. പരസ്പരം ധൈര്യം നൽകുന്ന വാക്കുകൾ സംസാരിക്കട്ടെ. പരിശുദ്ധ മാതാവേ, പണത്തെക്കുറിച്ചുള്ള ആശങ്ക പല കുടുംബങ്ങളുടെയും സമാധാനം കവർന്നെടുക്കുന്നു. നാളെ വീട്ടുചെലവ് എങ്ങനെ നടത്തും, കടം എങ്ങനെ തീർക്കും, ജോലി എപ്പോൾ ലഭിക്കും എന്ന് ചിന്തിച്ച് ഉറങ്ങാൻ കഴിയാത്തവരുണ്ട്. പരിശുദ്ധ മാതാവേ, അവരുടെ ആവശ്യങ്ങൾ അറിയണമേ. പക്ഷേ പണം മാത്രം നൽകണമെന്നല്ല ഞങ്ങളുടെ പ്രാർത്ഥന. ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള വിവേകം നൽകണമേ. ജോലി തേടുന്നവർക്ക് അനുയോജ്യമായ അവസരങ്ങൾ ലഭിക്കട്ടെ. അവരുടെ കഴിവുകൾ ഉപയോഗിക്കുവാൻ കഴിയുന്ന വാതിലുകൾ തുറക്കട്ടെ. അനാവശ്യമായ ചെലവുകളിൽ നിന്ന് സംരക്ഷിക്കണമേ. സഹായം ആവശ്യമുള്ളപ്പോൾ ശരിയായ മനുഷ്യരുടെ സഹായം ലഭിക്കട്ടെ. പരിശുദ്ധ മാതാവേ, അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പലപ്പോഴും വരുന്ന ഒരു വാക്ക് ഓർക്കുക. ഒരുപക്ഷെ എനിക്ക് കഴിയില്ല, അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെടും, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഒരിക്കലും മാറില്ല എന്നായിരിക്കാം. അമ്മേ, ഈ ചിന്തകളെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന സത്യമായി സ്വീകരിക്കുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ കഴിവുകളെക്കുറിച്ചുള്ള സംശയം മാറ്റണമേ. പരാജയം വന്നാൽ അതിൽ നിന്ന് പഠിക്കുവാൻ കൃപ തരണമേ. വീണ്ടും ശ്രമിക്കുവാൻ ധൈര്യം തരണമേ. ഞങ്ങളുടെ കഴിവിൻ്റെ പരിധിയേക്കാൾ വലിയതാണ് ദൈവത്തിൻ്റെ കരുതൽ എന്ന വിശ്വാസം തരണമേ. പരിശുദ്ധ മാതാവേ, ഇപ്പോൾ പതുക്കെ മനസ്സിൽ പറയാം, ഞാൻ ഭയത്തിന് കീഴടങ്ങില്ല. എനിക്ക് എല്ലാം അറിയണമെന്നില്ല, എനിക്ക് എല്ലാം നിയന്ത്രിക്കാനാവുമില്ല. പക്ഷേ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. എൻ്റെ നാളെയെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ കുടുംബത്തെ ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു. എൻ്റെ തീരുമാനങ്ങൾക്ക് ജ്ഞാനം ചോദിക്കുന്നു. എൻ്റെ ഹൃദയത്തിന് സമാധാനം ചോദിക്കുന്നു. ഭയത്തേക്കാൾ വലിയ വിശ്വാസം ഞങ്ങളുടെ ഉള്ളിൽ വളർത്തണമേ. കൃപാസനം അമ്മേ, ഇനി കുറച്ചു സമയം വാക്കുകൾ വേണ്ട. നമ്മുടെ മനസ്സിൽ നാം വഹിക്കുന്ന ഒരു കാര്യം മാത്രം അമ്മയുടെ മുൻപിൽ വെക്കുക. അത് അമ്മയ്ക്കറിയാം. ഞാൻ അതിനെക്കുറിച്ച് ദിവസവും ചിന്തിക്കുന്നു. അത് എന്നെ രാത്രിയിൽ ഉണർത്തുന്നു. അത് എൻ്റെ സമാധാനം കവർന്നെടുക്കുന്നു. അമ്മേ, ഇതാ ഞാൻ അത് നിൻ്റെ കരങ്ങളിൽ. അവിടുന്ന് എനിക്ക് ഉടൻ ഉത്തരം കിട്ടിയില്ലെങ്കിലും കാത്തിരിക്കുവാനുള്ള വിശ്വാസം തരണമേ. വഴിയുടൻ തുറന്നില്ലെങ്കിലും നിരാശപ്പെടാതിരിക്കുവാനുള്ള ശക്തി തരണമേ. സമാപന പ്രാർത്ഥന. കൃപാസനം അമ്മേ, ഇന്ന് ഞങ്ങളുടെ ഭയങ്ങളെക്കാൾ വലിയ ദൈവത്തെ ഓർക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ മനസ്സിലെ ആശങ്കകൾ കുറയട്ടെ. ഞങ്ങളുടെ തീരുമാനങ്ങളിൽ വിവേകമുണ്ടാകട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ നല്ല വഴികൾ തുറക്കട്ടെ. ജോലി അന്വേഷിക്കുന്നവർക്ക് അവസരങ്ങൾ ലഭിക്കട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കഴിയുന്നവർക്ക് ആവശ്യമായ സഹായവും ജ്ഞാനവും ലഭിക്കട്ടെ. എല്ലാറ്റിനുമുപരി സാഹചര്യങ്ങൾ മാറുന്നതിനു മുൻപ് തന്നെ ദൈവത്തിൽ വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. അമ്മേ, ഇന്ന് ഞങ്ങൾ ഭയത്തെ പിടിച്ചു നിൽക്കുന്നില്ല, വിശ്വാസത്തെ പിടിച്ചു നിൽക്കുന്നു. ഞങ്ങളുടെ നാളെയെ ഞങ്ങൾ ഒറ്റയ്ക്ക് വഹിക്കുന്നില്ല, ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൃപാസനം അമ്മേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിശ്വാസത്തിൻ്റെ വെളിച്ചം
കെടാതെ സൂക്ഷിക്കണമേ. ആമേൻ. നിങ്ങളുടെ മനസ്സിലെ ഏറ്റവും വലിയ ഭയം ഇന്ന് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം കുറച്ചു നേരം സ്വസ്ഥമായി അമ്മയെ നോക്കിയിരിക്കുക. ഭയത്തിന് പിന്നാലെ പോകാതെ വിശ്വാസത്തോടെ ഇന്നത്തെ ദിവസം മുന്നോട്ട് പോകാം. കൃപാമരിയ ഡെയിലി വീണ്ടും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ കുടുംബങ്ങളോടൊപ്പം എന്നും ഉണ്ടാകട്ടെ. ആമേൻ.